സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ മിഴിയോരം തുടരുന്നു. ഭാഗം 3. അയാൾ മുന്നോട്ടാഞ്ഞ് അവളുടെ വായും മൂക്കും കൈപ്പത്തി കൊണ്ട് അമർത്തിപ്പിടിച്ചു. നഖം നീണ്ട വിരലുകൾ അവളുടെ കവിളത്ത് പാടുകൾ വീഴ്ത്തി. അധികം കളിച്ചാലുണ്ടല്ലോ, 4നെ ഞെക്കിക്കൊന്ന് ഈ മുറിക്കകത്തിട്ട് കുഴിച്ചു മൂടും ഞാൻ. വിമലയ്ക്ക് ശ്വാസം വിടാൻ കഴിഞ്ഞില്ല. അമ്മു നിലവിളിക്കാനായി വായി തുറന്നുവെങ്കിലും പേടികൊണ്ട് ശബ്ദം കിട്ടിയില്ല. അമ്മൽ പണ്ട് ആട്ടിൻകുട്ടിയെ കുറ്റിയടിച്ച് കെട്ടാൻ ഉപയോഗിക്കുന്ന അറ്റം കൂർത്ത കമ്പിക്കഷ്ണം മുറിക്കോണിൽ കിടന്നതെടുത്തുകൊണ്ടുവന്ന് കുഞ്ഞച്ചൻ്റെ പുറത്തൊരു കുത്തുകുത്തി. കുഞ്ഞച്ചൻ ഒരു ഞരക്കത്തോടെ വിമലയുടെ മുഖത്തു നിന്നും കൈ അയച്ചു. അയാളുടെ പുറത്തെ തൊലി അല്പം തുളയ്ക്കാനുള്ള കരുത്തേ അമലിൻ്റെ കൊച്ചു കൈകൾക്കുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞച്ചൻ കോപാക്രാന്തനായി അവൻ്റെ നേർക്കു തിരിഞ്ഞു. അവൻ നിർഭയനായി നിന്നു. കമ്പി അയാളുടെ നേർക്ക് ചൂണ്ടി. "കൊല്ലും ഞാൻ, മമ്മീനെ തൊട്ടാ കൊല്ലും." വിമല വേഗം കുഞ്ഞിനെ പിടിച്ചു വലിച്ചു തൻ്റെ പിറകിൽ നിർത്തി. "കുഞ്ഞച്ചോ, കുഞ്ഞച്ചനേയ്!" മുറ്റത്ത് നിന്ന് കൂട്ടുകാരുടെ വിളി. "നിന്നെ ഞാൻ ഈ വീട്ടിൽ ജീവനോടെ വെച്ചേക്കില്ലട ചെകുത്താൻ്റെ കുഞ്ഞെ." ഭീഷണിപ്പെടുത്തിയിട്ട് മുറിവേറ്റ പുറം തടവിക്കൊണ്ട് കുഞ്ഞച്ചൻ വരാന്തയിലേക്ക് ചെന്നു. അയാളുടെ ചീട്ടുകളി മദ്യപാന കമ്പനി എത്തിയിരുന്നു. അവർ കുഞ്ഞച്ചൻ്റെ മുറിയിൽ ഒത്തുകൂടി. കുടിയും തീറ്റയും ചീട്ടുകളിയും ആരംഭിച്ചു. അമ്മുവിൻ്റെ നിലവിളി കേട്ട് വിമല വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് എത്തി നോക്കി. വൈകുന്നേരമാണ്. കുട്ടികൾ കളിക്കാൻ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. വീടിൻ്റെ പിറകിൽ കുറച്ച് അകലെയായി ഒരു കരിങ്കൽ ക്വാറിയുണ്ട്. കണ്ണു തെറ്റിയാൽ അമ്മു അമലും അവിടെ പോകും. ക്വാറിയുടെ മുകളിലെ തട്ടിൽ കയറി നിന്നുകൊണ്ട് അങ്ങ് താഴെ അഗാധതയിൽ പച്ച നിറത്തിൽ കിടക്കുന്ന വെള്ളക്കയത്തിലേക്ക് കല്ലുകൾ പെറുക്കി എറിഞ്ഞ് കളിക്കും. വിമല കാണുമ്പോഴൊക്കെ വഴക്കു പറയാറുണ്ട്. അവിടെ പോകരുതെന്ന് വിലക്കാറുണ്ട്. അമ്മു കുഞ്ഞുവാവയെയും വാരി പിടിച്ച് നിലവിളിയോടെ പാഞ്ഞു വരികയാണ്. അമലിനെ കാണാനില്ല. വിമലയുടെ നെഞ്ചിൽ തീയാളി. "എവിടെ മോൻ?" അലമുറയിടും പോലെ വിമല ചോദിച്ചു. അമ്മുവിനും മിണ്ടാൻ കഴിഞ്ഞില്ല. ക്വാറിയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ ഞെരങ്ങി. വീണു. വിമല അങ്ങോട്ടോടി. കരിങ്കൽ ക്വാറിയുടെ വക്കിൽ ചെന്നപ്പോൾ താഴെ വെള്ളത്തിൽ ക്വാറിയിലെ ജോലിക്കാർ നീന്തി പതയ്ക്കുന്നത് കണ്ടു. അവർ ഒരു കൊച്ചു ശരീരം എടുത്ത് കരയ്ക്കെത്തിച്ചു. വിമല അവിടെ തന്നെ തലചുറ്റി വീണു. ആശുപത്രിയിൽ നിന്നും മടങ്ങുമ്പോൾ രാത്രി 9 മണി കഴിഞ്ഞു. ജോൺ സാറിൻ്റെ കാറിലാണ് ആശുപത്രിയിലേക്ക് പോയതും തിരിച്ചു വന്നതും. വിമലയും ആനിയും ബാക്ക് സീറ്റിലിരുന്നു. അമലിനെ വിമലയുടെ മടിയിൽ കിടത്തിയിട്ടുണ്ട്. അവൻ മയങ്ങുകയാണ്. ഇടയ്ക്ക് പേടി സ്വപ്നം കണ്ടിട്ടെന്ന വെണ്ണം ഞെട്ടുകയും കരയാൻ ഭാവിക്കുകയും ചെയ്യുന്നുണ്ട്. വിമല അവൻ്റെ ശിരസിലും ചുമലിലും മൃദുവായി തഴുകിക്കൊണ്ടിരുന്നു. അവൻ്റെ കൈകാലുകളിലും മുഖത്തും ബാൻഡേജുണ്ട്. ക്വാറിയിലേക്ക് പാറകളിലൂടെ ഉരുണ്ടു വീഴുമ്പോൾ ഉണ്ടായ പരിക്കുകളാണവ. അവനെ നോക്കിയിരിക്കെ വിമലയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ഒരു തേങ്ങൽ കേട്ട് ആനി മുഖം തിരിച്ചപ്പോൾ വിമല സാരിത്തുമ്പുകൊണ്ട് കണ്ണുകൾ ഒപ്പുന്നത് കണ്ടു. "വിമല കരയുക?" അവൾ ദയനീയമായി ആനിയെ നോക്കി. "ദൈവം കാത്തു എന്ന് വിചാരിക്കൂ വിമലേ. ക്വാറിയിൽ ആളുകൾ ഉണ്ടായിരുന്നത് ഭാഗ്യം. അല്ലെങ്കിലോ?" "അതുമല്ല, വെള്ളത്തിലേക്ക് വീണതിന് പകരം താഴെ പാറ പൊട്ടിച്ച ഭാഗത്തേക്കായിരുന്നുവെങ്കിലോ?" വിമലയ്ക്ക് അത് ഓർക്കാൻ കൂടി ശക്തിയില്ലായിരുന്നു. 30 അടിയോളം താഴ്ചയുള്ള ജലാശയത്തിൽ മുങ്ങിപ്പൊങ്ങിയപ്പോൾ ക്വാറിയിലുണ്ടായിരുന്നവരാണ് നീന്തി പതച്ചെത്തി കുട്ടിയെ പൊക്കിയെടുത്ത് കരയ്ക്കെത്തിച്ചത്. കരച്ചിലും വെള്ളത്തിലേക്കുള്ള വീഴ്ചയും അവർ കണ്ടിരുന്നു. വെള്ളമില്ലാത്ത ഭാഗത്താണ് വീണിരുന്നതെങ്കിൽ വിമലയ്ക്ക് നട്ടിലിലൂടെ ഒരു വിറയൽ കടന്നു പോകുന്ന പോലെ തോന്നി. ഭാഗ്യം പോലെ ജോൺ സാറിൻ്റെ കാർ വീട്ടിലുണ്ടായിരുന്നു. കാർ മാത്രമല്ല, ജോൺ സാറും. മിക്കവാറും വർക്ക്ഷോപ്പിൽ കിടക്കാറുള്ള വണ്ടിയാണ്. ജോൺ സാർ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ കാണാറുമില്ല. ആശുപത്രിയിൽ എത്തുമ്പോഴും അമലിന് ബോധമുണ്ടായിരുന്നില്ല. അമ്മുവിൻ്റെ അടുക്കൽ ഇത്തിരി പോന്ന കുഞ്ഞിനെ വിട്ടിട്ടാണ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത്. ഇത്തിരി നേരം തന്നെ കാണാതിരുന്നാൽ അലറിക്കരിഞ്ഞ് ബഹളമുണ്ടാക്കുന്നവനാണ്. ഇപ്പോൾ കരഞ്ഞു തളർന്ന് കിടക്കുകയാവും. അമ്മു അവനെ എടുത്തു മടുത്തിട്ടുണ്ടാവും. കുഞ്ഞച്ചായൻ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിക്കുകയും ചെയ്യും. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ കുഞ്ഞച്ചായന് കലിയിളകും. "മിണ്ടരുത്, കാലെ പിടിച്ച് നിലത്തൊറ്റയടി അടിക്കും ഞാൻ." ആ അട്ടഹാസം കേൾക്കുമ്പോഴേ കുഞ്ഞ് കരച്ചിൽ നിർത്തും. ഒരിക്കൽ താൻ കുഞ്ഞിൻ്റെ അടുത്തില്ലാതിരുന്ന സമയത്ത് കരച്ചിൽ നിർത്താൻ കുഞ്ഞിൻ്റെ വായിൽ തുണി തിരുങ്ങി വെച്ച ക്രൂരനാണ്. ജോൺ സാർ വിമലയുടെ വീടിന് മുമ്പിൽ വണ്ടി നിർത്തി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വിമല കണ്ടു. കുഞ്ഞച്ചൻ വീട്ടുമുറ്റത്തുകൂടി വിറളി പിടിച്ച മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അയാളുടെ കൂട്ടുകാർ വരാന്തയുടെ അരപ്ലേസിൽ ബീഡിയും വലിച്ചിരിപ്പുണ്ട്. വിമല ഡോർ തുറന്നിറങ്ങി. അമലിനെ എടുത്ത് തോളത്തിട്ടു. അവൻ അപ്പോഴും മയക്കം വിട്ടുണർന്നില്ല.
കുഞ്ഞച്ചൻ വന്ന സ്ഥിതിക്ക് ഷേർലി കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി കാണും. ജോൺ സാർ പറഞ്ഞു. വിമല കയറിപ്പൊയ്ക്കോ, ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വന്നേക്കാം. ജോൺ സാറിൻ്റെ കാർ കുറേ കൂടി മുമ്പോട്ട് പോയ ശേഷം ഗേറ്റ് കടന്ന് അവരുടെ വീട്ടുവളപ്പിലേക്ക് കടക്കുന്നത് വരെ നോക്കി നിന്ന ശേഷം വിമല വീട്ടിലേക്ക് നീങ്ങി. മുറ്റത്ത് ചെന്നപ്പോൾ കുഞ്ഞച്ചൻ്റെ കത്തുന്ന നോട്ടം. വരാന്തിയിലേക്ക് കയറുന്നിടത്ത് അയാൾ വഴിവിലങ്ങി നിന്നു. എവിടെ പോയതാണ്ടി തേവിടിച്ചി ഈ രാത്രിയിൽ? വിമലയ്ക്ക് കടുത്ത അപമാനം തോന്നിയെങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. മോനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിന് അവൻ്റെ കാറ് തന്നെ വേണമായിരുന്നു അല്ലേടി? ആശുപത്രിയെന്നും പറഞ്ഞ് ഈ പാതിരാ വരെ എന്തെടുക്കുമായിരുന്നടി നീ? കുഞ്ഞച്ചൻ അശ്ലീലമായ ഒരാംഗ്യം കാട്ടിക്കൊണ്ട് തുടർന്നു. അതോ പുതിയ തൊഴിൽ തുടങ്ങിയോ? കുഞ്ഞച്ചായം മാറുന്നില്ലേ? എനിക്ക് അകത്തേക്ക് പോകണം. ചോദിച്ചതിന് ഉത്തരം പറയടി. നീ കാറും വണ്ടിയും ഒക്കെ ഉള്ളവരെ മാത്രമേ പരിഗണിക്കത്തുള്ളൂ. കാറില്ലെങ്കിലും കാശുള്ളവരെ ഞാൻ സംഘടിപ്പിച്ച് തരുമടി. കമ്മീഷൻ തന്നാൽ മതി. വിമല നടക്കല്ലിൻ്റെ ഒരു വശത്തു കൂടി ചെന്ന് തൂണിൽ പിടിച്ച് വരാന്തയിലേക്ക് കയറി. കുഞ്ഞച്ചൻ അവളെ നോക്കി ഗർജിച്ചു. എൻ്റെ അനുവാദം കൂടാതെ ഇനി ഈ വീടിന് പുറത്തിറങ്ങിയ അന്ന് നിൻ്റെ അന്ത്യമായിരിക്കുമെന്ന് കരുതിക്കൂ. വിമല നിലത്തു പായി വിരിച്ച് അമലിനെ കിടത്തി ഒരു വിളക്ക് കൊളുത്തി വെച്ചു. അമ്മുവിനെയും നിളയ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി അവൾ പിൻമുറ്റത്തേക്ക് ഇറങ്ങി. ഉറങ്ങിയ കുഞ്ഞിനെയും എടുത്ത് തോളിലിട്ട് അമ്മുവിനെയും കൂട്ടി ജോൺ സാർ മുൻവശത്തേക്ക് വരുന്നുണ്ടായിരുന്നു. വിമല കുഞ്ഞിനെ വാങ്ങാൻ മുൻവശത്തേക്ക് ചെന്നു. അപ്പോൾ കുഞ്ഞച്ചൻ്റെ ആക്രോശം കേട്ടു. എന്ന് തുടങ്ങിയട കഴിവറുടെ മോനെ പുതിയ ബിസിനസ്? ജോൺ സാർ സ്തംഭിച്ചു നിന്നു. ചീത്തവിളി തൻ്റെ നേർക്ക് തന്നെയോ എന്ന് സംശയിച്ച് ചുറ്റിലും ഒന്ന് നോക്കി. നിന്നോട് തന്നെയാണ്ട നായേ, അയൽവക്കത്ത് കിടന്നുകൊണ്ട് നീ എനിക്കിട്ട് തുരക്കുമല്ലേടാ? വലിയ ബാങ്ക് ഓഫീസറാണെന്ന് പറഞ്ഞ് നടക്കുന്നു, നാണം കെട്ട നാറി. കുഞ്ഞച്ച സൂക്ഷിച്ച് സംസാരിക്കണം. ജോൺ സാർ താക്കീത് നൽകി. ഇല്ലെങ്കിൽ നീ പുളുത്തും കാണട്ടടാ. കുഞ്ഞച്ചൻ മുറ്റത്ത് കിടന്ന ഒരു കല്ല് കുനിഞ്ഞെടുത്തു. നാട്ടുകാരുടെ മുമ്പിൽ നീയൊക്കെ വലിയ മാന്യൻ. കെട്ടിയവൻ ചത്ത പെണ്ണുങ്ങൾ പല സ്ഥലത്തും കാണും. അവരെ കാറും ചക്രവും കാണിച്ച് വശീകരിക്കാൻ നടന്നാലുണ്ടല്ലോ, വായിൽ പല്ല് കാണില്ല, പറഞ്ഞേക്കാം. അവൻ കാറേ കയറ്റി കൊണ്ടുപോയിരിക്കുന്നു അവൻ്റെ അമ്മയുടെ ആശുപത്രി. ജോൺ സാർ വിളറിത്തെരിച്ച് നിൽക്കുകയാണ്. ഇതിന് മറുപടി പറയണമെങ്കിൽ ഇവനേക്കാൾ തരംതാണ് സംസാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചെകിടടിച്ച് 4 എണ്ണം കൊടുക്കണം. പക്ഷേ കുഞ്ഞച്ചൻ തനിച്ചല്ല, 4-5 പേർ വരാന്തയിൽ ഇരിപ്പുണ്ട്. അടിമുടി അപമാനത്തിൽ കുളിച്ച പോലെ നിന്ന ജോൺ സാറിൻ്റെ അടുത്തേക്ക് ചെന്ന് വിമല കുഞ്ഞിനെ വാങ്ങി. ക്ഷമാപണവും ദൈന്യതയും കലർന്ന ഒരു നോട്ടം സാറിൻ്റെ നേർക്ക് നോക്കി. അമ്മുവിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. എന്താടാ നോക്കുന്നേ? പന്നി, നീ നോക്കിയാൽ ഞാനങ്ങ് വെന്തു പോവോടാ. കുഞ്ഞച്ചൻ മിക്കിട്ട് കയറി. ചീത്തവിളി കേട്ട് ആനിയും ഷേർലിയും മതിലിനരികിലേക്ക് വന്നു. കുഞ്ഞച്ചൻ പകയോടെ അലറുകയായിരുന്നു. രോഗമൊക്കെ എനിക്കും മനസ്സിലാകും. തൊലി വെളുത്ത പെണ്ണുങ്ങളുടെ അടുത്ത് അവൻ്റെ ഒരു ഔദാര്യം. അത്രയ്ക്ക് അടുക്കാൻ വയ്യെങ്കിൽ വിളിച്ചോണ്ട് പോടാ അവളെയും കുഞ്ഞുങ്ങളെയും. വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെപ്പാട്ടിയാക്കി വെച്ച് ചെലവിനും കൊടുക്ക്. ഇവിടെ എൻ്റെ വീട്ടിൽ അവൾ താമസിക്കുമ്പോൾ ഞാൻ ഈ ഇടപാട് സമ്മതിക്കുകയില്ല. എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ സമ്മതിക്കുകയില്ല. രണ്ടിനെയും വെട്ടിയരിഞ്ഞ് കളയും ഞാൻ. കഴിവേറി, നീ ആരോടാ കളിക്കുന്നേ? നിങ്ങൾ ഇങ്ങോട്ട് വാ. ആനി ഭർത്താവിനെ വിളിച്ചു. നേരും നെറിയുമില്ലാത്ത ചെകുത്താനോട് വഴക്കിന് നിൽക്കണ്ട. ജോൺ സാർ തല താഴ്ത്തി തിരിഞ്ഞു നടന്നു. ചെകുത്താൻ നിൻ്റെ അപ്പൻ. കുഞ്ഞച്ചൻ ആനിയെ നോക്കി അട്ടഹസിച്ചു. തേവിടിച്ചി, നിൻ്റെയൊക്കെ സ്വഭാവം എനിക്കറിയാമടി. കൂട്ടിക്കൊടുപ്പല്ലേടി നിൻ്റെയും കെട്ടിയവൻ്റെയും പണി. ആ അടവ് എൻ്റെ അടുത്ത് വേണ്ട. മറ്റയൽക്കാർ ബഹളം കേട്ടുണർന്ന് എത്തി നോക്കി തുടങ്ങിയിരുന്നു. നാണക്കേട് ഭയന്ന് ആനിയും വേഗം വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇനി ആ നാശം പിടിച്ച വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, ആനി പ്രാകുന്നത് പോലെ പറഞ്ഞു. ഇത്തിരി പൂർണ്ണ 3 പിഞ്ചു കുഞ്ഞുങ്ങളും ഭർത്താവ് മരിച്ചൊരു പാവം പെണ്ണുമാണല്ലോ എന്ന് വിചാരിച്ച് അല്പം കാരുണ്യം കാണിച്ചപ്പോൾ ആനി കിതച്ചു. അയാൾ എന്തൊക്കെയാണ് വിളിച്ചു കൂവിയതെന്ന് കേട്ടില്ലേ? വൃത്തികെട്ടവൻ. നാളെ നമുക്ക് ആളുകളുടെ മുഖത്ത് നോക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടിന് കൊലപാതകം നടന്നാലും തിരിഞ്ഞു നോക്കരുത്. അവനെ ഞാൻ വെറുതെ വിടില്ല, റാസ്കൽ. ജോൺ സാർ ആത്മാഭിമാനത്തിന് മുറിവേറ്റ പകയോടെ പിറുപിറുത്തു. ഇപ്പുറത്ത് കുഞ്ഞച്ചൻ മുറ്റത്ത് നിന്ന് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു. സന്ധ്യയ്ക്ക് ഞാൻ വന്നപ്പോൾ വീട്ടിൽ ആളില്ല. 2 കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടിട്ട് അവൾ കാറെ കയറി പോയിരിക്കുന്നു ബിസിനസ് നടത്താൻ. തിരിച്ചു വരുന്നത് പാതിരായ്ക്ക്. വിമല ഒന്നും കേൾക്കാതിരിക്കാൻ വാതിലടച്ച് കുറ്റിയിട്ടു. പിറ്റേന്ന് ആനിയെയോ ഷേർലിയെയോ ജോൺ സാറിൻ്റെ അമ്മയെയോ മതിലിനരികിലേക്ക് കണ്ടതേയില്ല. വിമലയ്ക്ക് മനസ്സിലായി അവർ നീരസത്തിലാണെന്ന്. ആകെയുള്ളൊരു തുണയായിരുന്നു. അവരെയും കൂടി പിണക്കിയിരിക്കുന്നു. അമ്മ ജോൺ സാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഭാവിച്ചപ്പോഴൊക്കെ വിമല തടഞ്ഞു.
ആനിയുടെയും ഷേർലിയുടെയും അകൽച്ച വിമലയെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിരുന്നു. സന്ധ്യ കഴിഞ്ഞ് റോഡിൽ പോലീസ് ജീപ്പ് വന്ന് നിന്നപ്പോഴാണ് വിമല വിവരമറിഞ്ഞത്. ജോൺ സാർ കുഞ്ഞച്ചനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന്. കുഞ്ഞച്ചൻ്റെ മുറിയിൽ മദ്യപാനവും ചീട്ടുകളിയും നടക്കുകയായിരുന്നു. പോലീസ് വന്ന് വാതിൽക്കൽ നിന്നപ്പോഴാണ് കുഞ്ഞച്ചനും സംഘവും സംഭവം അറിഞ്ഞത്. അതിനാൽ ഓടി രക്ഷപ്പെടാൻ ആർക്കും കഴിഞ്ഞില്ല. കുഞ്ഞച്ചനും കൂട്ടരും ഞെട്ടി എഴുന്നേറ്റു. കയ്യിൽ നിന്ന് ചീട്ടുകൾ ഊർന്നു വീണു. ഓരോരുത്തരായിട്ട് ഇറങ്ങി വാടാ, എസ് ഐ അനിരുദ്ധൻ കൽപ്പിച്ചു. ഓരോരുത്തർ തലകുനിച്ച് ഇറങ്ങിച്ചെന്നു. ആരാ കുഞ്ഞച്ചൻ? കുഞ്ഞച്ചൻ തല താഴ്ത്തി കുറ്റവാളിയെപ്പോലെ നിന്നു. മുഖമടച്ച ഒറ്റയടി. കുഞ്ഞച്ചൻ്റെ കണ്ണുകളിൽ പൊന്നീച്ചകൾ ഇളകി. അയാൾ തല കറങ്ങി വേച്ച് വേച്ച് മുറ്റത്തേക്ക് കൈകുത്തി വീണു. നായിൻ്റെ മോനെ, നീ മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരെ ചീത്ത വിളിക്കുവല്ലേടാ? എസ് ഐ ഇറങ്ങിച്ചെന്ന് ഒറ്റയടി കൂടി കൊടുത്തു. കുഞ്ഞച്ചൻ ഞെരങ്ങിക്കൊണ്ട് കുഴഞ്ഞു വീണു. എസ് ഐ അയാളെ വലിച്ചു പൊക്കി. മുഖമടച്ച് ഒന്നുകൂടി അടിച്ചു. കുഞ്ഞച്ചൻ്റെ മുൻനിര പല്ലുകൾ ഇളകി. കടവായിലൂടെ ചോര വാർന്നു. നീ അയൽക്കാരെ കിടത്തി ഉറക്കില്ല അല്ലേടാ റാസ്കൽ? മുട്ടുകാലുയർത്തി നാഭിയിൽ ഒരിടി. ശ്വാസം കിട്ടാതെ പുളഞ്ഞു മൂങ്ങിക്കൊണ്ട് തറയിലേക്കിരുന്ന കുഞ്ഞച്ചൻ്റെ തല കാൽമുട്ടുകൾക്കിടയിൽ തിരുകിയ ശേഷം എസ് ഐ അയാളുടെ പുറത്ത് അവിടവിടെ പതുക്കെ ഇടിച്ചു നോക്കി. കൂടുതൽ മുഴക്കവും കമ്പനവും തോന്നിച്ച ഭാഗത്ത് ഇരുകൈയും ചുരുട്ടി 3 തവണ ആഞ്ഞിടിച്ചു. ഇവനെ ജീപ്പിലോട്ട് കയറ്റിയിട്, എസ് ഐ കോൺസ്റ്റബിൾമാരോട് ആജ്ഞാപിച്ചു. പോലീസുകാർ അയാളെ തൂക്കിയെടുത്ത് ജീപ്പിലിട്ടു. എസ് ഐ മറ്റുള്ളവരെ ഓരോരുത്തരെയായി അടുത്ത് വിളിച്ച് 2 ചെകിട്ടത്തും 2 വീതം പൊട്ടിച്ചു. എടാ, ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയും 2-3 കൊച്ചു കുട്ടികളും താമസിക്കുന്ന വീടല്ലേടാ ഇത്? ഇതൊരു വേശ്യാലയമാക്കാനാണല്ലോടാ നിൻ്റെയൊക്കെ പുറപ്പാട്. കാശ് വെച്ച് ചീട്ടുകളി, മദ്യപാനം, പിന്നെ എന്തൊക്കെയുണ്ടടാ? അടിയേറ്റ് വീർത്ത കവിളുകളുമായി അവർ തലതാഴ്ത്തി നിന്നു. ചീട്ടുകളി സംഘത്തിലെ പോലീസുകാരനായ കരുണാകരനോട് അനിരുദ്ധൻ പറഞ്ഞു. പെണ്ണുകേസിൽ പെട്ടല്ലേടോ താൻ സസ്പെൻഷൻ വാങ്ങിയത്? താൻ നന്നാവാനില്ലാത്ത സ്ഥിതിക്ക് എത്രയും വേഗം ഡിസ്മിസിൽ ശരിയാക്കി തരാം. ചെന്ന് ജീപ്പിലോട്ട് കയറിയാട്ടെ. കോൺസ്റ്റബിൾമാർ സകലരെയും ഉന്തിത്തള്ളി ജീപ്പിൽ കയറ്റി. കുഞ്ഞച്ചൻ്റെ മുറിയിൽ ചിതറിക്കിടന്ന ചീട്ടും പണവും തെളിവിനായി ശേഖരിച്ചു. ജനാലയ്ക്കൽ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്ന വിമലയും കുട്ടികളും. വിമലയുടെ ഉള്ളിൽ ഭയം കലർന്ന ഒരുതരം മരവിപ്പായിരുന്നു. അമലിന് പോലീസുകാർ കുഞ്ഞച്ചനെയും കൂട്ടുകാരെയും കൈകാര്യം ചെയ്ത രീതി ഇഷ്ടമായി. എസ് ഐ കുഞ്ഞച്ചനെ ഇടിച്ചപ്പോൾ അമലും കൈ ചുരുട്ടിപ്പിടിച്ച് ഇടിക്കുന്ന പോലെ ഒരാംഗ്യം കാണിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അവൻ സന്തുഷ്ടിയോടെ വിമലയെ നോക്കി. ബാൻഡേജുള്ള കയ്യിലെ മുറിവ് വേദനിച്ചുവെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കിയില്ല. പോകും മുമ്പ് എസ് ഐ അനിരുദ്ധൻ വിമലയെ സമീപിച്ചു പറഞ്ഞു. ജോൺ സാർ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. ഒരു പരാതി നേരത്തെ എഴുതി തന്നാൽ പോരായിരുന്നോ? വിമല തലകുനിച്ച് നിന്നു. സാരമില്ല, അവനെ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം. ഇനി എന്തുണ്ടായാലും പരാതിപ്പെടാൻ മടിക്കണ്ട. വിമല ദൈന്യതയോടെ തലയാട്ടി. പോലീസ് വീട് വിട്ടിറങ്ങി. അയൽപ്പക്കങ്ങളിലെ വേലിക്കരികിലും മതിലുകൾക്ക് മീതെയും ധാരാളം തലകൾ കാണാനുണ്ടായിരുന്നു. കാഴ്ചക്കാരാണ്. ജോൺ സാറും ആനിയും രംഗങ്ങളെല്ലാം കണ്ട് വീടിൻ്റെ ടെറസിൽ നിൽപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ കിടന്നപ്പോൾ അമൽ വിമലയോട് പറഞ്ഞു, എനിക്ക് പോലീസുകാരനായാൽ മതി. അവൻ കൈ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നത് വിമല കണ്ടു. കുഞ്ഞാണെങ്കിലും ഇനിയും പകയടങ്ങിയിട്ടില്ല അവന്. പിറ്റേന്ന് പൊരുവെയിലത്ത് റോഡിലെ ടാർ ഉരുക്കിക്കിടന്നത് അവൻ കമ്പിയിൽ ചുറ്റിയെടുത്തു കൊണ്ടുവന്ന് കുഞ്ഞച്ചൻ്റെ മുറിയിലെ കട്ടിലിലും പായയിലും ഇരിപ്പിടങ്ങളിലും തേച്ചു പിടിപ്പിച്ചു. പലതവണ ഇത് ആവർത്തിച്ചു. ഒടുവിൽ വിമല കണ്ട് വഴക്കു പറഞ്ഞപ്പോഴേ അവൻ നിർത്തിയുള്ളൂ. ഉച്ചനേരത്ത് ആനി മതിലിനരികിൽ വന്നു നിന്ന് വിമലയെ വിളിച്ചു. ഞങ്ങൾക്കാർക്കും നിന്നോടോ കുഞ്ഞുങ്ങളോടോ ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. മിനിയാന്ന് അയാൾ അച്ചായനെ വിളിച്ച ചീത്ത മുഴുവൻ നീയും കേട്ടതല്ലേ? നാണക്കേട് ഓർത്തിട്ടാ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. അല്ലാതെ പിണങ്ങിയിട്ടൊന്നുമല്ല. പിണങ്ങിയാലും എനിക്ക് വിരോധം തോന്നൂല ചേച്ചി. അത്രയ്ക്ക് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. സഹായിക്കുന്നതിനും അപമാനം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ടെന്ന് എനിക്കും അറിയാം. ഇനി ഏതായാലും പേടിക്കണ്ട. ആ ഇൻസ്പെക്ടർ ശരിക്ക് കൈകാര്യം ചെയ്തു എന്നാണ് കേട്ടത്. കുഞ്ഞച്ചൻ ഇനി കുറേ നാളത്തേക്ക് തല പൊക്കില്ല. അന്ന് പകൽ മുഴുവൻ അമൽ കുഞ്ഞച്ചനെ പോലീസ് മർദ്ദിച്ച രംഗം അഭിനയിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അമ്മുവിനെ പിടിച്ചു കുനിച്ചു നിർത്തി ഇടിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് അവനത് ആനിക്കും കാട്ടിക്കൊടുത്തു. അടുത്ത ദിവസം വിമല അറിഞ്ഞു ലോക്കപ്പിൽ നിന്ന് കുഞ്ഞച്ചനും കൂട്ടുകാരും പുറത്തിറങ്ങിയെന്ന്. കുഞ്ഞച്ചൻ്റെ കൂട്ടുകാരിൽ ആരുടെയോ ബന്ധുക്കൾ വന്ന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോവുകയായിരുന്നു. ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയെങ്കിലും കുഞ്ഞച്ചനെ വീട്ടിലേക്ക് കണ്ടില്ല. കുറേ നാളത്തേക്ക് വരികയേ ഉണ്ടായില്ല. വിമല ഭീതിയോടെയാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയത്.
ഒരു രാത്രിയിൽ വാതിലിൽ ആരോ മുട്ടി വിളിക്കുന്ന ഒച്ച കേട്ട് വിമല ജനാല തുറന്നു നോക്കി. വരാന്തയിൽ കുഞ്ഞച്ചൻ നിൽക്കുന്നത് കണ്ട് അവൾ നടുങ്ങി. വിമലേ, വാതിൽ തുറക്ക്, അയാൾ ശാന്തസ്വരത്തിൽ പറഞ്ഞു. വിമല പകച്ചു നിന്നു. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ വന്നതല്ല. എൻ്റെ ചില സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ വന്നതാ. വിമല വാതിൽ തുറന്നു. വല്ലാത്ത പരവേശം. നീ കുറച്ച് വെള്ളം ഇങ്ങെടുക്ക്. വിമല അടുക്കളയിലേക്ക് പോയി. അവൾ വെള്ളവുമായി തിരിച്ചു വന്നപ്പോൾ മുറിയിൽ 4-5 പുരുഷന്മാർ. കുഞ്ഞച്ചൻ വാതിലടിച്ച് കുറ്റിയിടുകയാണ്. വിമലയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണുടഞ്ഞു. കുഞ്ഞച്ചൻ അവളെ നോക്കി പല്ലിളിച്ച് കാട്ടി. ക്രൗര്യം അയാളുടെ കണ്ണുകളിൽ കത്തി നിന്നു. പേടിക്കണ്ടറി തെണ്ടിച്ചി, നിന്നെ കൊല്ലാൻ വന്നതൊന്നുമല്ല ഞങ്ങൾ. വിമല പിന്നോക്കം നീങ്ങി. തുറന്നിട്ട വാതിലിലൂടെ ഇറങ്ങി ഓടാമെന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ. പൊടുന്നനെ ഇളയ കുഞ്ഞ് അലറിക്കരഞ്ഞു. വിമല നടുങ്ങി നിന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അമ്മുവും അമലും ഞെട്ടിയുണർന്നു. അമ്മു നോക്കുമ്പോൾ കുഞ്ഞച്ചൻ കുഞ്ഞുവാവയെ കാലുകളിൽ പിടിച്ച് പൊക്കിയെടുത്ത് തലകീഴായി തൂക്കി പിടിച്ചിരിക്കുകയാണ്, ഒരു കോഴിക്കുഞ്ഞിനെ എന്ന പോലെ. അവൻ പിടഞ്ഞും പുളഞ്ഞും തൊള്ളകീറി കരയുന്നുണ്ട്. അനങ്ങരുത് നീ, നിലത്തൊറ്റടിയടിച്ചാൽ തലച്ചോറ് ഇവിടെ ചിതറും. കുഞ്ഞിനെ നിലത്തേക്ക് ഓങ്ങിക്കൊണ്ട് കുഞ്ഞച്ചൻ ഭീഷണി മുഴക്കി. അമ്മുവും അമലും ഉറക്കെ നിലവിളിച്ചു. കുഞ്ഞച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ 2 പേർ അവരെ തൂക്കിയെടുത്ത് വായ പൊത്തിപ്പിടിച്ചു. വിമലയ്ക്ക് അസ്തപ്രജ്ഞയായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കുഞ്ഞുവാവയെ പായിലേക്ക് എറിഞ്ഞിട്ട് കുഞ്ഞച്ചൻ കൂടെയുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ചില കടലാസ് ചുരുളുകൾ വാങ്ങി. എന്നിട്ട് ഒരു പേനയും സ്റ്റാമ്പ് പാടുമായി വിമലയുടെ അടുത്തേക്ക് ചെന്നു. ആരെ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇതിലൊന്ന് ഒപ്പിട്ടേക്ക് മോളെ. അയാൾ കടലാസ് ചുരുളുകൾ നിവർത്തി. അവ മുദ്രപത്രങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് തീരെ സമയമില്ല, പറഞ്ഞതനുസരിച്ചോ, അതാ നിനക്ക് നല്ലത്. വിമല കുഞ്ഞച്ചൻ്റെ മുഖത്തേക്കും മുദ്രപത്രങ്ങളിലേക്കും മാറി മാറി നോക്കി. ഒപ്പിടടി ഇവിടെ, നിന്റെ ചെകുത്താൻ കുഞ്ഞുങ്ങളെ ജീവനോടെ വേണമെങ്കിൽ ഒപ്പിട് വേഗം. വിമല അറച്ചു നിന്നു. കുഞ്ഞച്ചൻ തിരിഞ്ഞ് സഞ്ജ നൽകിയപ്പോൾ പായിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ കഴുത്തിൽ പിടിച്ച് ഒരുവൻ പൊക്കിയെടുത്തു. വിമല നിലവിളിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ നേർക്ക് കുതിച്ചു. കുഞ്ഞച്ചൻ അവളെ തടഞ്ഞു നിർത്തി. വിട് ദുഷ്ടാ, വിടാൻ. അവൾ ചീറി. കുഞ്ഞച്ചൻ കൈവീശി അവളുടെ മുഖമടച്ച് ഒരടി അടിച്ചു. വിമലയുടെ കണ്ണ് കലങ്ങിപ്പോയി. ഏതാനും നിമിഷത്തേക്കൊന്നും കാണാൻ വയ്യ. അതിൻ്റെ കരച്ചിലങ്ങ് നിർത്തിയേക്ക്. കുഞ്ഞച്ചൻ തിരിഞ്ഞു നോക്കി സഹചരനോട് ആജ്ഞാപിച്ചു. അയാൾ കൈപ്പട ഉയർത്തി കുഞ്ഞിൻ്റെ വായും മൂക്കും പൊത്തി. ഒന്നും ചെയ്യില്ലേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യില്ലേ, ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിടാം. വിമല കെഞ്ചി കരഞ്ഞു. കുഞ്ഞച്ചൻ മുദ്രപത്രങ്ങളും സ്റ്റാമ്പാടും അവളുടെ നേർക്ക് നീട്ടി. പേനയും കൊടുത്തു. വിമല പ്രാണപ്പിടച്ചിലോടെ അയാൾ ചൂണ്ടിക്കാണിച്ചിടത്തെല്ലാം ഉപ്പ് ചാർത്തി. വിമല കടലാസുകൾ വിട്ടുകൊടുത്ത ശേഷം ഓടിച്ചെന്ന് ഇളയ കുഞ്ഞിനെ പിടിച്ചു വാങ്ങി നെഞ്ചോട് ചേർത്തു. കുഞ്ഞച്ചനോടാണോടി ചൂലേ കളി? അയാൾ പകയോടെ അവളുടെ സമീപം ചെന്നു. നീ മറ്റവനെ കൊണ്ട് പോലീസിൽ പരാതി കൊടുപ്പിച്ചില്ലേടി? ഈ മുറ്റത്തിട്ട് SIയെ കൊണ്ട് ഞങ്ങളെ ഇടിപ്പിച്ച് രസിച്ചില്ലേടി? അന്നേ ഞാൻ നിനക്ക് വെച്ചിരുന്നതാ. അയാൾ അവളെ ഭിത്തിയുടെ നേർക്ക് ആഞ്ഞു തള്ളി. വിളിക്കടി നിന്റെ മറ്റവനെ, അവൻ വന്ന് പൊളുത്തുന്നതൊന്ന് കാണട്ടെ, വിളിക്കടി. കഴുത്തിന് പിടിച്ചുള്ള ഓരോ തള്ളലിലും വിമല പിന്നോക്കം വേച്ചു പോയിക്കൊണ്ടിരുന്നു. നിന്റെ പോലീസ് ഇനി എന്നെ ഒന്നും പൊളുത്താനില്ലടി പട്ടിച്ചി. അയാൾ അവളുടെ സാരിക്കുത്തിന് കടന്നു പിടിച്ചു. അയാളുടെ കൈ കുതറിച്ചുകൊണ്ട് അവൾ ആക്രോശിച്ചു. തൊട്ടുപോകരുതെന്നെ, തൊട്ടാൽ നീ എന്നാ ചെയ്യും കാണട്ടടി. കുഞ്ഞച്ചൻ വീണ്ടും അവളുടെ സാരിക്കുത്തിന് പിടിച്ച് മുമ്പോട്ടും പിന്നോട്ടും ഉലച്ചു. അമ്മുവും അമലും ഉറക്കെ നിലവിളിച്ചു. ശവങ്ങളുടെ വാ പൊത്തടാ, കുഞ്ഞച്ചൻ കൂട്ടുകാരോട് കൽപ്പിച്ചു. പുറകിലെ വാതിലും അടച്ചേക്ക്. ബലാത്കാരത്തിനുള്ള ശ്രമമാണെന്ന് വിമല ഊഹിച്ചു. കുഞ്ഞച്ചൻ അവളെ കതകിലേക്ക് ചാരി നിർത്തി. അവൾ മാറോട് ചേർത്ത് പിടിച്ചിരുന്ന കുഞ്ഞിനെ വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. രക്ഷയ്ക്കൊരു പഴുതു തേടി ഭീതിയോടെ ഉഴറിയ വിമലയുടെ ദൃഷ്ടിയിൽ അരകല്ലിന്മേലിരുന്ന വെട്ടുകത്തി ഉടക്കി. കുഞ്ഞച്ചൻ നനയ്ക്കാത്ത നേരത്ത് അവൾ അത് കടന്നെടുത്തതും ആഞ്ഞു വീശിയതും ഒപ്പം കഴിഞ്ഞു. കുഞ്ഞച്ചൻ്റെ ചെവിയുടെ ഒരു ഭാഗം അറ്റുവീണു. കവിളത്തും പിടലിയിലും മുറിവേറ്റു. വിമല ചീറ്റപ്പുലിയെപ്പോലെ ചീറിക്കൊണ്ട് രണ്ടാമതും ആഞ്ഞു വെട്ടി. കുഞ്ഞച്ചൻ നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് ചാടിയെങ്കിലും തോളിൽ വെട്ടേറ്റു. ചോര ചീറ്റി. അയാളുടെ സിൽബന്തികൾ സ്തംഭിച്ചു നിന്നു. വിമല വീണ്ടും വെട്ടാനോങ്ങി. പ്രാണഭീതിയോടെ കുഞ്ഞച്ചൻ ആദ്യം വാതിൽ തുറന്ന് വെളിയിൽ ചാടി. പിറകെ മറ്റുള്ളവരും. കൂട്ടക്കരച്ചിലും ബഹളവും കേട്ട് അയൽക്കാർ ഉണർന്നു കഴിഞ്ഞിരുന്നു. വീടുകളിലെല്ലാം വിളക്ക് തെളിഞ്ഞു. റോഡിൽ കയറി നിന്ന് കുറേ ചീത്ത വിളിച്ചലറിയ ശേഷം കുഞ്ഞച്ചനും സംഘവും സ്ഥലം വിട്ടു. വിമല അടുക്കളയിൽ ഛേദിക്കപ്പെട്ട് കിടന്ന ചോര പുരണ്ട മാംസക്കഷ്ണങ്ങളിലേക്കും
മുൻവാതിൽ വരെ ചിതറിക്കിടന്നിരുന്ന ചോരത്തുള്ളികളിലേക്ക് നോക്കി ഓർമ്മ നഷ്ടപ്പെട്ടവളെ പോലെ നിന്നു. പിന്നെ കുഞ്ഞുങ്ങളെ വാരിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. ജോൺ സാർ കൈകൾ പിറകിൽ കെട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആനി വാതിൽക്കൽ നിൽപ്പുണ്ട്. വിമല തൂണിൽ ചാരി വിങ്ങി പൊട്ടിക്കൊണ്ട് നിന്നു. കുട്ടികൾ ഷേർലിയോടൊപ്പം മുറ്റത്ത് ഓടിക്കളിക്കുകയാണ്. ജോൺ സാർ വിമലയെ നോക്കി. വിമല പോലീസിൽ ഒരു പരാതി എഴുതി കൊടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എനിക്ക് പേടിയാ. വിമല കണ്ണുകൾ തുടച്ചു. ഞാൻ വെട്ടിയതൊക്കെ കേസാവില്ലേ? ഇത്തിരി പോന്ന 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും. വെട്ടിയതൊക്കെ അയാൾ പറയേണ്ട കാര്യങ്ങൾ. നമ്മളതൊന്നും പരാതിയിൽ എഴുതണ്ട. വിമല ജോൺ സാർ നിർദ്ദേശിച്ച പ്രകാരം ഒരു പരാതി എഴുതി തയ്യാറാക്കി. അതെല്ലാം നിഷ്പ്രയോജനമാണെന്നറിയാമെങ്കിലും വിമല ജോൺ സാറിനോടും ആനിയോടും ഒപ്പം പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഉടനെ തന്നെ നടപടിയെടുക്കാമെന്ന് ഇൻസ്പെക്ടർ ഉറപ്പു കൊടുക്കുകയും ചെയ്തു. വിമലയ്ക്കുള്ളിൽ ഭീതിയായിരുന്നു. പോലീസ് പല ദിവസങ്ങളിലായി 4-5 തവണ കുഞ്ഞച്ചനെ അന്വേഷിച്ച് വന്നിട്ട് പോയി. അയാൾ എവിടെയാണെന്ന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ അതിക്രമിച്ച് കടന്ന് വിമലയെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കാൻ ശ്രമിച്ച കുഞ്ഞച്ചൻ്റെ സംഘാംഗങ്ങളെക്കുറിച്ചും വിവരമൊന്നും കിട്ടിയില്ല. വിമലയ്ക്ക് അവരിൽ ആരെയും അറിയില്ലായിരുന്നു. കുഞ്ഞച്ചൻ്റെ പതിവ് ചീട്ടുകളി മദ്യപാന സംഘത്തിൽപ്പെട്ടവരായിരുന്നില്ല അവർ. ഒരു ദിവസം വിമല തൻ്റെ കഴുത്തിൽ കിടന്ന മിന്നഴിച്ചെടുത്ത് ആനിയെ ഏൽപ്പിച്ചു. ഇതൊന്ന് വിറ്റ് തരാൻ ജോൺ സാറിനോട് പറയോ? നിന്റെ കെട്ടുതാലിയല്ലേ ഇത്? ഇത് വിൽക്കാനോ? ആനി അമ്പരപ്പിൽ അവളെ നോക്കി. ഇത് മാത്രമേ ഉള്ളൂ ചേച്ചി ഇനി വിൽക്കാൻ. എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നത് കാണുമ്പോൾ എനിക്കിത് കെട്ടുതാലിയല്ല, ഒരു തരി പൊന്നു മാത്രമാ. അവരുടെ വിശപ്പിനോളം വില ഇതിനില്ല. മുമ്പ് കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പണയം വെക്കാൻ ഏൽപ്പിച്ചപ്പോൾ ആനി പകരമിടാൻ കൊടുത്ത ഒരു റോൾഡ് ഗോൾഡ് മാല മാത്രമേ വിമലയുടെ കഴുത്തിൽ ശേഷിച്ചിരുന്നുള്ളൂ. അതിൻ്റെ നിറം മങ്ങിത്തുടങ്ങുകയും ചെയ്തിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉച്ചനേരത്ത് ജീപ്പിൽ ഏതാനും പേർ വിമലയുടെ വീട്ടിലെത്തി. വിമല മുൻവശത്തേക്ക് ചെന്നു. ആരാ? എന്താ? ഒരു മധ്യവയസ്കനാണ് മറുപടി പറഞ്ഞത്. കുഞ്ഞച്ചൻ്റെ വീട് തന്നെയല്ലേ ഇത്? അത് ചോദിച്ചിട്ട് അയാൾ കൂടെയുള്ളവരെ നോക്കി. അവർ തലയാട്ടി. കുഞ്ഞച്ചൻ്റെ വീട്. വിമലയുടെ ഉള്ളം പിടഞ്ഞു. അതെ, ഇവിടുന്ന് 1 മാസത്തിനകം താമസം മാറ്റാമെന്നാണല്ലോ കുഞ്ഞച്ചൻ പറഞ്ഞിരിക്കുന്നത്. താമസം മാറ്റാനോ? വിമല അന്താളിച്ചു. മനസ്സിലായില്ലേ? എന്നെ പരിചയമില്ലാഞ്ഞിട്ടായിരിക്കും. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നേ. എൻ്റെ മക്കളാ ഇടപാട് നടത്തിയത്. വിമലയ്ക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളാ ഈ വീടും സ്ഥലവും വിലയ്ക്ക് വാങ്ങിയത്. പറഞ്ഞ അവധിക്ക് മാറിത്തരാഞ്ഞത് മര്യാദകേടായിപ്പോയി. വിമലയ്ക്ക് നെഞ്ചിൽ ശ്വാസം വിലങ്ങി. അവൾ സ്തംഭിച്ചു നിന്നു. മിണ്ടാനോ അനങ്ങാനോ കഴിയുന്നില്ല. വീട് വിറ്റുവെന്ന്. കുഞ്ഞച്ചൻ എന്തിയെ? അയാളോടൊന്ന് ചോദിക്കണമല്ലോ. അറിഞ്ഞുകൂടാ എന്ന് വിമല പറഞ്ഞുവെങ്കിലും ശബ്ദം കിട്ടിയില്ല. അവൾ ദയനീയമായി കൈമലർത്തിക്കാട്ടി. രൂപ രൊക്കം എണ്ണിക്കൊടുത്ത് തീരെഴുതി വാങ്ങിയതാ. ഞങ്ങൾക്കിപ്പം അയാളെ കാണണം. കുഞ്ഞച്ചായൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് കുറേ നാളായി. എവിടാണെന്ന് അറിഞ്ഞുകൂടാ. വിമലയുടെ സ്വരം വിറച്ചു. ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. 3 ദിവസത്തിനകം ഇവിടെ നിന്ന് മാറിത്തരണം. ഞങ്ങളുടെ വീടാ ഇത്. എൻ്റെ ഭർത്താവ് പണി കഴിപ്പിച്ച വീട്. വിമല ആത്മവിശ്വാസമില്ലാത്ത സ്വരത്തിൽ പറഞ്ഞു. ടോമി. മധ്യവയസ്കൻ തിരിഞ്ഞ് ചെറുപ്പക്കാരനെ വിളിച്ചു. ഈ സ്ത്രീ പറയുന്നത് കേട്ടോ? വീട് അവരുടേതാണെന്ന്. നമ്മൾ പറയാനുള്ളത് പറഞ്ഞല്ലോ. 3 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിത്തരുന്നില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം, ചെറുപ്പക്കാരൻ പറഞ്ഞു. ആനിയും ഷേർലിയും മതിലിനരികിൽ വന്നു നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ ജീപ്പിൽ വന്നവർ മടങ്ങി. പോകും മുമ്പേ മധ്യവയസ്കൻ വിമലയെ സമീപിച്ചു പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ, 3 ദിവസം. അവർ പോയി കഴിഞ്ഞപ്പോൾ ആനി വിമലയെ സമീപിച്ചു. എന്താ വിമല ഇതൊക്കെ? വീട് വിറ്റെന്ന്. ഞങ്ങളിനി എങ്ങോട്ട് പോകും ചേച്ചി? വിമല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുമരിലേക്ക് ചാരി. ആനി അത് നോക്കി വിഷണ്ണയായി നിന്നു. ഒടുവിൽ ആശ്വസിപ്പിച്ചു. ഇച്ചായൻ വരട്ടെ, നമുക്കൊന്ന് ആലോചിക്കാം. ജോൺ സാർ വന്നപ്പോൾ ആനി വിവരം പറഞ്ഞു. പോലീസിൽ പരാതിപ്പെടാമെന്നായിരുന്നു ജോൺ സാറിൻ്റെ അഭിപ്രായം. പോലീസ് ഇൻസ്പെക്ടർ വിമലയെയും വസ്തു വാങ്ങിയ ആൾക്കാരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സംസാരിച്ചു. തൊമ്മിച്ചൻ എന്നു പേരുള്ള മധ്യവയസ്കൻ പറഞ്ഞു. വസ്തു പണയം വെച്ച് എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് കുഞ്ഞച്ചൻ 1000 10,000 ഒക്കെ വാങ്ങിയിരുന്നു. അവസാനം പലിശ പോലും തരാൻ നിവൃത്തിയില്ലാതായപ്പോൾ അയാളത് തീരെഴുതി തന്നു. ബാക്കി രൂപയും ഞങ്ങൾ എണ്ണിക്കൊടുത്തു. ഇനിയിപ്പോൾ മഞ്ഞാപിഞ്ഞാ മറിഞ്ഞാലൊന്നും കാര്യമില്ല. എനിക്ക് 8 ആൺമക്കളാ. 5-ാമൻ്റെ പേരിലാ വസ്തു വാങ്ങിയത്. സംശയമുണ്ടെങ്കിൽ ഇതാ ആധാരം നോക്കണം. ഈ വിമലയെന്ന് പറയുന്ന പെണ്ണും സാക്ഷിയായിട്ട് ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്.
ഇനി അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും എൻ്റെ മക്കളുടെ അടുത്ത് ചെലവാകത്തില്ല. SI ആധാരം വാങ്ങി പരിശോധിച്ചു. തൊമ്മിച്ചൻ പറഞ്ഞതൊക്കെ ശരി തന്നെയെന്ന് ബോധ്യപ്പെട്ടു. ഇനി പേരിൽ കൂട്ടി കരം കെട്ടിയ രസീത് വേണോ? അതുമുണ്ട്. വാസ്തവത്തിൽ കുഞ്ഞച്ചൻ്റെ പേരിലാണ് വസ്തുവെങ്കിലും വീട് വെച്ചത് ഈ സ്ത്രീയുടെ ഭർത്താവാണ്. ആ നിലയ്ക്ക് വാങ്ങുന്നതിന് മുമ്പ് ഇവരോടുകൂടി ഒന്ന് ചോദിക്കണമായിരുന്നു. തർക്കവസ്തു ആണോ അല്ലയോ എന്നൊക്കെ SI ചോദിച്ചു. എനിക്ക് തർക്കവസ്തുവാ സാറേ ഇഷ്ടം. ഉടമസ്ഥനോടാ ഞാൻ വസ്തു വാങ്ങിച്ചേ. തീരെഴുതി വാങ്ങിയ വസ്തുവിന്മേൽ താമസിക്കുന്നത് ദൈവം തമ്പുരാനാണെന്ന് പറഞ്ഞാലും ഞാൻ കയ്യെ പിടിച്ച് ഇറക്കി വിടും. അത് വേറെ കാര്യം. ജഗജില്ലന്മാരായ 8 ആൺമക്കളാ എനിക്ക്. എന്ന് വെച്ച് മര്യാദയാണെങ്കിൽ തൊമ്മിച്ചനും മക്കളും ഭയങ്കര മര്യാദക്കാരാ കേട്ടോ. കർക്കശനായ ആ നാടൻ കർഷകനോട് ന്യായാന്യായങ്ങളെക്കുറിച്ച് വിസ്തരിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന് ഇൻസ്പെക്ടർക്കും ബോധ്യമായി. ഇവർക്ക് 2 ദിവസത്തേക്ക് കൂടി സാവകാശം കൊടുക്കുമോ? ഇറങ്ങിപ്പോകാനൊരു സ്ഥലം കണ്ടുപിടിക്കണ്ടേ? അത് വേണേൽ ചെയ്യാം, അല്ലേടാ ടോമി? തൊമ്മിച്ചൻ ടോമിയെ നോക്കി. അയാൾ മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി. മനസാക്ഷിയുള്ളവരാ സാറേ ഞങ്ങൾ. ഇമ്മിണി കുറവാണെന്നേയുള്ളൂ. അതെന്തുവാണെന്ന് വെച്ചാൽ ഈ മനസാക്ഷിയും കൊണ്ട് വലിയ കാര്യമില്ല. അതാ കാലം. മധ്യവയസ്കൻ എഴുന്നേറ്റു. സ്റ്റേഷനിൽ നിന്ന് മടങ്ങുമ്പോൾ വിമലയും ആനിയും ജോൺ സാറും മൂകരായിരുന്നു. ഇൻസ്പെക്ടർ അനിരുദ്ധൻ വിമലയെ ആശ്വസിപ്പിക്കാനെന്നോണം പറയുകയുണ്ടായി. ഏതായാലും ഞാൻ ആ കുഞ്ഞച്ചൻ എവിടെയുണ്ടെന്നൊന്ന് അന്വേഷിക്കട്ടെ. പാഴ്വാക്കാണെന്ന് വിമലയ്ക്കറിയാം. പോലീസ് കുറേ നാൾ അന്വേഷിച്ച് നടന്നിട്ട് കണ്ടുകിട്ടാത്ത ആളാണ്. ആനി ഇത്രമാത്രം പറഞ്ഞു. വിഷമിക്കാതിരിക്കും വിമലെ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. വിമലയ്ക്കറിയാമായിരുന്നു ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ലെന്ന്. എന്താണൊരു വഴി? ഇനി എങ്ങോട്ട്? ആകാശവും ഭൂമിയും പാടെ ഇരുണ്ടു പോയതുപോലെ അവൾക്ക് തോന്നി. ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടം പോലുമില്ല എങ്ങും. രാത്രിയിൽ ഉറക്കമില്ലാതെ ചുമരും ചാരി ഒരു മരപ്പാവ കണക്കെ പായിന്മേലിരിക്കുന്ന വിമലയെ തന്നെ അമ്മു ഉറ്റുനോക്കി. ഒരു ഭ്രാന്തിയുടേതുപോലെ അഴിഞ്ഞുലഞ്ഞു ചിതറിയ മുടി, കലങ്ങിച്ചുവന്ന കണ്ണുകൾ, സദാ നനഞ്ഞു കുതിർന്ന കൺപീലികൾ. ഒരു സാന്ത്വനം എന്നോണം അമ്മു മമ്മിയുടെ മടിയിലേക്ക് ശിരസ് ഏറ്റിവെച്ച് കിടന്നു. അത് കണ്ടപ്പോൾ അമലിനും അവളുടെ മടിയിൽ കിടക്കണമെന്നായി. കുഞ്ഞുവാവ നേരത്തെ ഉറക്കം പിടിച്ചിരുന്നു. വിമലയുടെ വിരലുകൾ കുഞ്ഞുങ്ങളുടെ ശിരസിന്മേൽ യാന്ത്രികമായി തഴുകിക്കൊണ്ടിരുന്നു. ജീവിതം എന്തുമാത്രം നിഷ്ഠൂരമായിട്ടാണ് തന്നോട് പെരുമാറുന്നതെന്ന് അവൾ ഓർക്കുകയായിരുന്നു. കാലവും ദൈവവും മാറി മാറി ആഞ്ഞടിക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിന്മേൽ. എല്ലാ കാലത്തും കൈവെള്ളയിൽ എന്ന പോലെ കാണാം 28 കൊല്ലത്തെ ജീവിതം. തെരുവേരത്ത് ഉപേക്ഷിക്കപ്പെട്ട അനാഥ ശിശു, അനാഥാലയത്തിലെ ഭയാശങ്കകളും സങ്കടങ്ങളും, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മാതാപിതാക്കളെക്കുറിച്ചും അവരുടെ സ്നേഹലാളനകളെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ. വക്കുപൊടിഞ്ഞ ഒരു പാത്രവും കയ്യിലും നിറമങ്ങിപ്പൊടിഞ്ഞ ഉടുപ്പും മാത്രമായി നഗ്നപാതയായി ജീവിതത്തിൻ്റെ കടൽക്കരയിൽ വരങ്ങൾ കാത്തു നിൽക്കുന്ന അനാഥ പെൺകുട്ടി. നരച്ച താടി തടവി സ്നേഹം തിളങ്ങുന്ന കണ്ണുകളോടെ കുശലം പറയാനെത്തുന്ന എമ്മാനുവലച്ചൻ, വിപ്പുകാരി അന്നമ്മച്ചേടത്തി, കപ്പ്യാര് മത്തായിച്ചൻ. പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ തൻ്റെ ചെറിയ ആശകൾക്കും സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും തുണയായി നിന്നിട്ടുള്ള കൂട്ടുകാരി ഉഷാറാണി, ഒടുവിൽ സാജേട്ടൻ. അതൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. മരവിച്ച മോഹങ്ങളുമായി മൃതപ്രായിയായി കിടന്ന ഒരുവളെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് ജീവിതത്തിൻ്റെ വസന്തകാലത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. ഒരു സ്വപ്നാടനം പോലെയായിരുന്നു അത്. സ്വർഗത്തിൽ നിന്നു പറന്നു വീണ മാലാഹ കുഞ്ഞുങ്ങളെപ്പോലെ 3 കുഞ്ഞുങ്ങൾ. ഒടുവിൽ എല്ലാറ്റിനും അന്ത്യം കുറിക്കാനെന്നോണം സാജേട്ടൻ്റെ മരണം, ശവക്കോട്ടയിലെ കുഴിമാടം. വിമലയുടെ മനസ്സിൽ ചിത്രങ്ങൾ വ്യക്തതയോടെ തെളിഞ്ഞു വന്നു. ഇനി എവിടെ അഭയം തേടും? മരണത്തിലല്ലാതെ. വിമല അകലേക്കെന്നവണ്ണം തുറച്ചു നോക്കി വളരെ നേരമിരുന്നു. രാത്രി ഒരുപാടായി. പെട്ടെന്നൊരു വെളിപാടുണ്ടായതുപോലെ അവൾ എഴുന്നേറ്റു. അമ്മൂനെയും അമലിനെയും വിളിച്ചുണർത്തി. കുഞ്ഞുവാവയെ എടുത്ത് തോളിൽ കിടത്തി. വാ. അമലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ മുമ്പേ നടന്ന് പിൻവാതിലൂടെ പുറത്തു കടന്നു. നേരിയ നാട്ടുവെളിച്ചമുണ്ടായിരുന്നു. അമ്മു അറച്ചറച്ച് അവളുടെ പിന്നാലെ നീങ്ങി. അമൽ മുൻപൊരിക്കൽ വീണ കരിങ്കൽ ക്വാറിയുടെ മുകളിലെ കിഴക്കാന്തൂക്കായ പാറത്തട്ടിൽ വിമലയുടെ വഴി അവസാനിച്ചു. അഗാധതയിലുള്ള ഇരുണ്ട ജലാശയത്തിലേക്ക് അവൾ നോക്കി. ഇരുട്ടായിരുന്നതിനാൽ കാഴ്ച അവ്യക്തമായിരുന്നു. കുഞ്ഞുവാവയെ അവൾ തോളിൽ അമർത്തിപ്പിടിച്ചു. അമലിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അല്പം പിന്നിലായിരുന്ന അമ്മുവിനെ ശാന്തമായ സ്വരത്തിൽ വിളിച്ചു. വാ. ഭയാനകമായിരുന്നു ആ ശാന്തത. പെട്ടെന്ന് ഇരുട്ടിന് കട്ടി കൂടിയതുപോലെ വിമലയ്ക്ക് തോന്നി. അമ്മു നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. അവൾ വിമലയുടെ നേർക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ണു ചിമ്മാതെ. ഒരു തണുപ്പ് കാറ്റൂതി. ഉയരെയുള്ള മരച്ചില്ലകളിൽ നിന്ന് ഏതാനും ഇലകൾ പറന്നു വീണു. ഒരു ചെറിയ
കഴുത്തില അമ്മുവിൻ്റെ മുടിയിൽ തങ്ങി നിന്നു. വാ മോളെ. അമ്മു അനങ്ങിയില്ല. വിമല അല്പം കൂടി വിളുമ്പിലേക്ക് നീങ്ങിയപ്പോൾ ഇളകിക്കിടന്ന ഒരു കല്ലിൽ കാൽ തട്ടി. അത് താഴേക്കുരുണ്ടു. ഒന്നോ രണ്ടോ തവണ പാറയിൽ തട്ടുന്ന ശബ്ദം കേട്ടു. പിന്നെ ക്വാറിയുടെ അഗാധതയിലെ ഇരുണ്ട ജലാശയത്തിൽ പതിക്കുന്ന ശബ്ദവും. ഗ്ലും. അമലിന് പേടിയായി. ഇരുട്ടിന് കനം കൂടിയ കരിങ്കൽക്കാറി ഒരു പേടിസ്വപ്നം പോലെ മുന്നിൽ. അവൻ്റെ ഉടൽ വിറകൊണ്ടു. അവൻ വിമലയുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പിന്നോട്ടാഞ്ഞു. വിമല ബലം പിടിച്ചപ്പോൾ അവൻ കരഞ്ഞു. എനിക്ക് പേടിയാ മമ്മി, പേടിയാ. നോവൽ അവൻ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു. കരച്ചിൽ കേട്ടുണർന്ന കുഞ്ഞുവാവ ചുറ്റുമൊന്ന് നോക്കിയ ശേഷം വിമലയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചു. അമലിൻ്റെ കയ്യിൽ നിന്നും വിമലയുടെ പിടി വിട്ടുപോയി. അവൻ പിന്നോട്ട് മാറി അമ്മുവിൻ്റെ അരികിൽ ചെന്ന് നിന്നു. മമ്മി വാ പോവാം. അവൻ ചിണുങ്ങിക്കൊണ്ടിരുന്നു. നോവൽ നാളെ തുടരും.